പിണറായി സർക്കാരിന് വഴിവെച്ച ഫലങ്ങളായിരുന്നു കണ്ണൂരിൽ LDFന് ലഭിച്ചത്. 11 മണ്ഡലങ്ങളുള്ള ഈ ജില്ലയിൽ CPM നേതൃത്വം നൽകുന്ന മുന്നണി 9 ഇടങ്ങളാണ് നേടിയത്. ചരിത്രത്തിലുടനീളം ഈ വടക്കൻ ജില്ല CPMനൊപ്പമാണ് നിലനിന്നിട്ടുള്ളത്. വരുന്ന ഏപ്രിൽ മാസം നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള വെള്ളൽ സൃഷ്ടിക്കാൻ UDFന് സാധിക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ, ഇരിക്കൂർ, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ, തലശ്ശേരി, കൂത്തുപറമ്പ് എന്നിവയാണ് ഈ ജില്ലയിലുള്ള അസംബ്ലി മണ്ഡലങ്ങൾ. ഇവയിൽ പേരാവൂർ, ഇരിക്കൂർ എന്നിവിടങ്ങൾ മാത്രമാണ് UDFനൊപ്പം നിന്നത്. കാസർഗോഡ് ജില്ലയോട് ഓരം ചേർന്ന് നിൽക്കുന്ന മണ്ഡലമാണ് പയ്യന്നൂർ. ഇവിടെ 2021 CPMലെ TI മധുസൂദനൻ 50,000 വോട്ടുകൾ കടുപ്പിച്ചാണ് വിജയിച്ചത്. 2024 കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ ഇവിടെ LDF തന്നെയാണ് മുന്നിട്ട് നിന്നത്. എന്നാൽ അന്ന് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ആയിരുന്ന MV ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് 13,000-ൽ പരം വോട്ടുകൾ മാത്രമേ ലീഡായി നേടാൻ സാധിച്ചുള്ളൂ. ഇക്കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇത് 34,807 വോട്ടുകളായി വർദ്ധിപ്പിക്കാൻ സാധിച്ചെങ്കിൽ കൂടിയും CPMന്റെ നില അവിടെ ഭദ്രമാണോ എന്ന് ചോദിക്കുന്ന ഒട്ടനവധി പേർ ഇന്നുണ്ട്. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഈ അടുത്തിടെ പുറത്താക്കിയ V കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയിട്ടുള്ള രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് മുൻനിർത്തിയാണ് ഈ ചോദ്യങ്ങൾ ഉയർന്നിട്ടുള്ളത്. ഈ മണ്ഡലത്തിലെ തന്നെ കാര പഞ്ചായത്തിലെ CPMനേറ്റ തിരിച്ചടി ചർച്ചകളിൽ സജീവമാണ്. ഇവിടെ CPMന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് 3ാം സ്ഥാനം മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ എന്നത് ഏറെ കോളിളക്കമാണ് പയ്യന്നൂരിലുടനീളം സൃഷ്ടിച്ചത്. മൂന്നാമതായി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ഫണ്ട് തട്ടിപ്പിലെ മുഖ്യ കണ്ണിയായ മധുസൂദനനെ മത്സരിപ്പിക്കുമോ എന്നതാണ് മറ്റൊരു കൗതുകം. എന്നിരുന്നാലും മറ്റട്ടിമറികൾ സംഭവിച്ചില്ല എങ്കിൽ പയ്യന്നൂർ CPMനൊപ്പം നിൽക്കുമെന്ന് തന്നെ വേണം കരുതാൻ. രാജ്മോഹൻ ഉണ്ണിത്താൻ തന്റെ ജൈത്രയാത്രയിൽ കല്യാശ്ശേരിയിൽ വെറും 1000 വോട്ടുകളുടെ ലീഡിലാണ് വഴങ്ങിയതെന്നുള്ളത് 2024 ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. 2021 ഇവിടെ നിന്നും അസംബ്ലിയിലേക്കുള്ള മത്സരത്തിൽ CPM സ്ഥാനാർത്ഥിയായ M വിജൻ ഏതാണ്ട് 44,000-ൽ പരം വോട്ടുകൾക്കാണ് വിജയിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ 2024-നേക്കാൾ CPM തങ്ങളുടെ നില മെച്ചപ്പെടുത്തിയപ്പോൾ തന്നെ ഇവിടെ നേടാനായ ലീഡ് 16,781 വോട്ടുകൾ മാത്രമാണ്. പാർട്ടി വിശ്വാസികൾ തിങ്ങി നിറഞ്ഞു ജീവിക്കുന്ന ഈ മണ്ഡലത്തിൽ ഏപ്രിലിൽ ഒരു CPM വിജയത്തിൽ കുറച്ച് ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ഈ ജില്ലയിലെ മറ്റൊരു മണ്ഡലമായ തളിപ്പറമ്പിൽ നിന്നുള്ള ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ സാധാരണഗതിയിൽ ആശ്ചര്യപ്പെടുത്തിയേക്കാം. ഇവിടെ UDFന് LDFനേക്കാൾ 2,116 വോട്ടുകളുടെ ലീഡ് നേടാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ കൗതുകമായി പലർക്കും തോന്നിയേക്കാം. എന്നാൽ കേരള സംസ്ഥാനത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രം അറിയുന്നവർക്ക് ഒരു കാര്യം വ്യക്തമാണ്: ഈ UDF ലീഡ് ആ മണ്ഡലത്തിലെ യഥാർത്ഥ ചിത്രമല്ല പ്രതിഫലിപ്പിക്കുന്നത് എന്ന്. ആന്തൂർ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ 14 വാർഡുകളിൽ CPM എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് അവിടെ വോട്ടിംഗ് ആവശ്യമുണ്ടായിരുന്നില്ല. ഇതാണ് LDFന് ലീഡ് നേടിക്കൊടുത്തത്. 2021 ഇവിടെ നിന്ന് വിജയിച്ചത് നിലവിലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററാണ്. അന്ന് അദ്ദേഹത്തിന്റെ ലീഡ് 22,000-ൽ പരം വോട്ടുകളായിരുന്നു. ഇത് കവച്ചുവെക്കുന്ന ഒരു പ്രകടനം തന്നെയാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച UDF സ്ഥാനാർത്ഥി K സുധാകരൻ അവിടെ നടത്തിയത്. തന്റെ തൊട്ടടുത്ത എതിരാളിയേക്കാൾ 9,000-ൽ പരം വോട്ടുകൾക്ക് ലീഡ് നേടിയെങ്കിലും അസംബ്ലി തിരഞ്ഞെടുപ്പ് വേളയിൽ ഇതൊന്നും CPMനെ ക്ഷീണപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. ഒരു മലയോര മണ്ഡലമായ ഇരിക്കൂർ കാലാകാലങ്ങളായി കോൺഗ്രസിനോടൊപ്പം ചേർന്നു നിന്നിട്ടുള്ള മണ്ഡലമാണ്. ഇവിടെ നിന്നും 2021 സജീവ് ജോസഫ് വിജയം കണ്ടത് 9,000-ൽ പരം വോട്ടുകൾക്കാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ ചിത്രത്തിന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. K സുധാകരൻ നേടിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ഏറെ പങ്ക് നൽകിയതും ഇരിക്കൂർ തന്നെയാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാകട്ടെ UDF മറ്റൊരു മിന്നുന്ന പ്രകടനമാണ് ഈ മണ്ഡലത്തിൽ നടത്തിയത്. ഇവിടെ അന്തിമ കണക്കനുസരിച്ച് UDFന് 31,078 വോട്ടുകളാണ് LDFനേക്കാൾ നേടാൻ സാധിച്ചത്. ഈ ട്രെൻഡ് വരുന്ന ഏപ്രിലിൽ UDF നിലനിർത്താൻ തന്നെയാണ് സാധ്യത. പലപ്പോഴായി ചാഞ്ചാട്ടം കണ്ടിട്ടുള്ള ഒരു മണ്ഡലമാണ് അഴീക്കോട്. 2016 ഇവിടെ നിന്നും വിജയിച്ചത് മുസ്ലിം ലീഗിലെ KM ഷാജിയാണ്. എന്നാൽ 2021 KV സുമേഷിലൂടെ CPM ഈ സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K സുധാകരൻ ഇവിടെ നിന്നും ഏകപക്ഷീയമായ ലീഡാണ് MV ജയരാജിനെതിരെ നേടിയത്. അത്രത്തോളം സാധിച്ചില്ല എങ്കിലും UDF തങ്ങളുടെ മേൽക്കൈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും കാഴ്ചവെച്ചു. 2019 വോട്ടുകളുടെ ലീഡ് വളരെ തുച്ഛമാണെങ്കിൽ കൂടി അഴീക്കോട് വീണ്ടും തങ്ങളുടെ കോളത്തിലാക്കാൻ
ഏപ്രിലിൽ UDF കിണഞ്ഞു പരിശ്രമിക്കുകയും ഈ സീറ്റ് CPM-ൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള സാധ്യതയും ഏറെയാണ്. CPM-നോടൊപ്പം ഏറെക്കാലമായി നിന്നിട്ടുള്ള മണ്ഡലമാണ് കണ്ണൂർ. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് 2016-ലും 2021-ലും കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലെത്തിയത്. 2021 കണ്ണൂരുകാർ K സുധാകരന് ഏകപക്ഷീയമായ ലീഡാണ് നൽകിയത്. സുധാകരൻ 23,000-ൽ പരം വോട്ടുകളുടെ ലീഡാണ് നേടിയതെങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അതിലൊരു ഇടിവ് സംഭവിച്ചു എന്നതും വാസ്തവമാണ്. 8,350 വോട്ടുകളുടെ ലീഡാണ് UDF ഇവിടെ നിന്നും നേടിയത്. ഇത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയെ സംബന്ധിച്ച് ഏറെ ആത്മവിശ്വാസം നൽകുന്നതാണ്. ഏപ്രിലിൽ UDF-ന്റെ തിരിച്ചുവരവിന് വഴിയൊരുക്കുന്ന പല മണ്ഡലങ്ങളിലൊന്ന് കണ്ണൂർ ആകുമെന്നതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നതും. ധർമ്മടത്തേക്ക് നമ്മൾ എത്തുമ്പോൾ CPM-ന്റെ മറ്റൊരു മിന്നുന്ന പ്രകടനം കാണാൻ സാധിക്കും. 2016-ൽ ഇവിടെ നിന്ന് വിജയിച്ചാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്. 2021-ൽ ഏകപക്ഷീയമായ വിജയമാണ് പിണറായി ഇവിടെ നിന്നും നേടിയതും. ഏതാണ്ട് 40,000 വോട്ടുകൾക്ക് മേലെ. 2024-ൽ സുധാകരന്റെ ജൈത്രയാത്രയ്ക്കിടയിൽ ഈ വലിയ ലീഡ് 2,000-ആയി ചുരുങ്ങിയെങ്കിലും CPM-ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ധർമ്മടം തങ്ങളുടെ ഉറച്ച കോട്ടയാണെന്ന് തെളിയിക്കാൻ സാധിച്ചു. ഒരു മൂന്നാം ഊഴത്തിനായി ഇറങ്ങുന്ന പിണറായി വിജയൻ തന്നെയായിരിക്കും ധർമ്മടത്തുകാരുടെ ഇഷ്ടതോഴൻ. എക്കാലവും CPM-നൊപ്പം ചേർന്ന് നിന്നിട്ടുള്ള മറ്റൊരു മണ്ഡലം മട്ടന്നൂരാണ്. 2021-ൽ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷമായ 56,000-ൽ പരം വോട്ടുകൾക്കാണ് KK ശൈലജ ഇവിടെ നിന്നും വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. 2024-ൽ ഈ വമ്പൻ ലീഡ് 4,000-ൽ താഴെയാക്കുവാൻ സുധാകരന് സാധിച്ചെങ്കിൽ കൂടി ഏപ്രിലിൽ CPM വിജയം കാണുന്ന മറ്റൊരു സീറ്റ് തന്നെയായിരിക്കും മട്ടന്നൂർ. കാലാകാലങ്ങളായി മട്ടന്നൂരിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഒരു കൊല്ലം വൈകിയാണ് നടത്താറ്. അത് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഇവിടെ നമുക്ക് ഒരു സൂചികയായി നൽകുവാൻ സാധിച്ചിട്ടില്ല. നിലവിലുള്ള KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ തട്ടകമാണ് പേരാവൂർ മണ്ഡലം. 2021-ൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ സണ്ണി ജോസഫിന്റെ ലീഡ് 3,000-ൽ പരം വോട്ടുകളായിരുന്നു. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇവിടെ സുധാകരന് അനുകൂലമായി ഒരു വൻപിച്ച മുന്നേറ്റമാണ് ഉണ്ടായത്. ഏതാണ്ട് ആ കണക്കനുസരിച്ച് തന്നെയായിരുന്നു ത്രിതല പഞ്ചായത്തുകളിലെ വോട്ടിംഗ് നിലവാരവും. ഡിസംബറിൽ ഈ ലീഡ് 11,233 വോട്ടുകളായിരുന്നു. ഏപ്രിലിൽ ഗോദയിലുള്ള ഒരു അതികായകൻ എന്ന നിലയ്ക്ക് സണ്ണി ജോസഫിന്റെ വിജയവും സുനിശ്ചിതമാണ്. ഈ ജില്ലയിലെ മറ്റ് 2 മണ്ഡലങ്ങളായ തലശ്ശേരിയും കൂത്തുപറമ്പും വടകര പാർലമെന്റ് മണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. തലശ്ശേരി നിലവിൽ അസംബ്ലിയിൽ പ്രതിനിധാനം ചെയ്യുന്നത് സ്പീക്കറായ AN ഷംസീറാണ്. ഷംസീറിന്റെ വിജയം ഏതാണ്ട് 36,000-ലേറെ വോട്ടുകൾക്കായിരുന്നു. 2024-ൽ ഷാഫി പറമ്പിൽ KK ശൈലജയുമായി ഏറ്റുമുട്ടുമ്പോൾ ഇത് 9,000-ഓളം വോട്ടുകളായി ലീഡ് നില കുറഞ്ഞിരുന്നു. എന്നാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ തന്നെ LDF-ന് ഏറ്റവും വലിയ ലീഡ് നേടിക്കൊടുത്ത മണ്ഡലമാണ് തലശ്ശേരി. ഇവിടെ CPM നേതൃത്വം നൽകുന്ന മുന്നണി 40,586 വോട്ടുകളാണ് കൂടുതലായി നേടിയത്. ഇത് തന്നെ ഏപ്രിലിൽ CPM-ന്റെ തേരോട്ടത്തിന് വ്യക്തമായൊരു സൂചികയാണ് നമുക്ക് നൽകുന്നത്. ജില്ലയിലെ 11ാമത്തെയും അവസാനത്തെയും മണ്ഡലം കൂത്തുപറമ്പാണ്. RJD-യുടെ KP മോഹനനാണ് 2021-ൽ ഇവിടെ നിന്നും ഏറെ പണിപ്പെടാതെ വിജയിച്ച് കയറിയത്. ഷാഫി പറമ്പലിന് അനുകൂലമായൊരു വിധിയെഴുത്താണ് കൂത്തുപറമ്പുകാർ പാർലമെന്റ് ഇലക്ഷനിൽ സമ്മാനിച്ചത്. എന്നാൽ ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി 11,524 വോട്ടുകൾ അധികം നേടി തങ്ങളുടെ ശക്തി വീണ്ടും തെളിയിച്ചു. ഇതൊക്കെയാണെങ്കിലും ഏപ്രിലിൽ കൂത്തുപറമ്പിൽ ശക്തമായൊരു പോരാട്ടം നടക്കും എന്ന് തന്നെ വേണം നമ്മൾ നോക്കിക്കാണാൻ. പ്രവചനാതീതമായിരിക്കും ഇവിടുത്തെ അന്തിമ ഫലം. നമുക്ക് നാളെ വയനാട്ടിലേക്ക് കടക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.